അഗ്നി ആരുവിനെ പിടിച്ചു വലിച്ച് അവൻ്റെ മുന്നിലേക്ക് നിർത്തി. എന്നിട്ട് സംസാരിക്കാൻ തുടങ്ങി. "ടീ പുല്ല്, നിന്റെ വായിലെന്താ? നാക്കില്ലേ? അത് സംസാരിക്കാനാണ് ദൈവം നിനക്ക് തന്നത്, അല്ലാതെ ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോഴേക്കും കിടന്ന് മൂങ്ങുകയല്ല വേണ്ടത്. നിനക്കെന്താ ഡയാന, നീ എൻ്റെ സെർവൻ്റാണെന്ന് പറഞ്ഞപ്പോൾ വാ തുറന്ന് പറഞ്ഞൂടെ എൻ്റെ ഭാര്യയാണെന്ന്?" അവളുടെ കൈ പിടിച്ച് മുറുക്കിക്കൊണ്ടാണ് അഗ്നി അലറുന്നത്. ആരുവിനെ കൈ നന്നായി വേദനിക്കുന്നുണ്ടെങ്കിലും അവൾ പിടിച്ചു നിന്നു. "പറയടി, എന്താ നീ ഒന്നും പറയാതിരുന്നത്?" അവൻ വീണ്ടും അലറിയതും അവൾ തല ഉയർത്തി അവനെ നോക്കി. എന്നിട്ട് ധൈര്യത്തോടെ പറഞ്ഞു, "എൻ്റെ കഴുത്തിൽ താലി കെട്ടിയ വ്യക്തി എന്നെ ഇതുവരെ ഭാര്യയായി അംഗീകരിച്ചിട്ടില്ല. അപ്പം പിന്നെ എങ്ങനെ ഞാൻ അവളോട് നിങ്ങളുടെ ഭാര്യയാണെന്ന് ഞാൻ തല ഉയർത്തി പറയും? നിങ്ങളഥവാ അത് നിരസിച്ചാലോ? ഞാൻ അഥവാ അങ്ങനെ പറഞ്ഞു എന്ന് വെച്ചോ, അത് കേട്ട് നിങ്ങളെങ്ങാനും പറഞ്ഞാലോ ഒരു കുഞ്ഞിന് വേണ്ടി എന്നെ പൈസ കൊടുത്ത് വാങ്ങിയതാണെന്ന്? അത് കേൾക്കുന്നതിനേക്കാൾ നല്ലതല്ലേ സെർവൻ്റ് എന്ന് പറയുന്നത്?" ആരുവിൻ്റെ വാക്കുകൾ അഗ്നിയുടെ ചെവിയിൽ തുളഞ്ഞു കയറി. ആ നിമിഷം തന്നെ അഗ്നിയുടെ കൈ ആരുവിൻ്റെ മുഖത്ത് പതിഞ്ഞിരുന്നു. അങ്ങനെ ഒരു പ്രതികരണം അവനിൽ നിന്ന് പ്രതീക്ഷിക്കാത്തത് കൊണ്ട് തന്നെ ആരു ഒന്ന് പുറകിലേക്ക് വേച്ചുപോയി. അതുപോലെ തന്നെ അവളുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. അവൻ്റെ വിരലിൻ്റെ പാട് കവളിൽ ചുവന്നു തിണർത്തു. അഗ്നിയുടെ ദേഷ്യം അപ്പോഴും കുറഞ്ഞില്ലായിരുന്നു. അവിടെ കണ്ട ഫ്ലവർ വേസ് എറിഞ്ഞു പൊട്ടിച്ചു അവൻ. ആരു പേടിച്ച് ചുമരിലേക്ക് ചാരി നിന്നു. അവളുടെ കണ്ണുനീർ കവളിലൂടെ ഒഴുകിക്കൊണ്ടിരുന്നു. "ഡി പൊന്ന മോളെ, ഇനി മേലിൽ ഇതുപോലെ എങ്ങാനും പറഞ്ഞ കൊന്ന് കുഴിച്ചു മൂടും." അവളുടെ നേരെ വിരൽ ചൂണ്ടിയാണ് അഗ്നി പറയുന്നത്. ദേഷ്യം കൊണ്ട് അവൻ വിറയ്ക്കുന്നുണ്ടായിരുന്നു. ആരുവിനൊന്നും മനസ്സിലായില്ലായിരുന്നു. എന്തിനാണ് അഗ്നി അടിച്ചതെന്ന് അവൾക്ക് മനസ്സിലായില്ല. "സത്യമല്ലേ ഞാൻ പറഞ്ഞത്? പൈസ കൊടുത്ത് തന്നെ വാങ്ങിയതല്ലേ, അതും ഒരു കുഞ്ഞിന് വേണ്ടി, അല്ലാതെ എന്നെ ഇഷ്ടപ്പെട്ട് വിവാഹം കഴിച്ചതല്ലല്ലോ. പിന്നെ എന്തിനാ ഇയാളെന്നെ അടിച്ചത്?" ആരു വേദനയോടെ മനസ്സിൽ ചോദിച്ചു. എന്നാൽ അഗ്നിയുടെ ഉള്ളിൽ പൈസ കൊടുത്ത് കുഞ്ഞിനെ പ്രസവിക്കാൻ വേണ്ടി മാത്രം അവളെ വിവാഹം ചെയ്തു. ആരുവിൻ്റെ വാക്കുകൾ അവൻ്റെ ഉള്ളിൽ വീണ്ടും പ്രതിധ്വനിച്ചു. അവൻ ഒരു നിമിഷം ചിന്തിച്ചു, അവൾ പറഞ്ഞത് സത്യം തന്നെയാണ്. പക്ഷേ ഇപ്പോൾ അവളെ ഞാൻ വാങ്ങിയതാണെന്ന് കേൾക്കുമ്പോൾ എൻ്റെ ദേഷ്യം എനിക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയുന്നില്ല. അതിന് കാരണം ഞാൻ അവളെ പ്രണയിക്കുന്നുണ്ടോ? അഗ്നി സ്വയം അവനോട് തന്നെ ഒന്ന് ചോദിച്ചു. ഉത്തരം അവൾ തൻ്റെ കൂടെ എപ്പോഴും വേണമെന്ന് തന്നെയായിരുന്നു. അഗ്നി പതിയെ ആരുവിൻ്റെ മുഖത്തേക്ക് നോക്കി. താഴേക്ക് നോക്കി കണ്ണുനീർ തുടയ്ക്കുന്നവളെ കണ്ടതും അവൻ്റെ ദേഷ്യമെല്ലാം ആവിയായി പോയതുപോലെ തോന്നി. അവൾ അങ്ങനെ നിൽക്കുന്നത് കണ്ട് അവന് പാവം തോന്നി. അവൻ പതിയെ അവളുടെ അരികിലേക്ക് നടന്നു. എന്നിട്ട് അവളുടെ താടിത്തുമ്പ് ഉയർത്തി അവളുടെ കണ്ണിലേക്ക് നോക്കി. കരഞ്ഞു ചുവന്നു നിൽക്കുന്ന കണ്ണും തന്നെ 5 വിരലിൻ്റെ പാട് കവിളിലും കണ്ടതോടെ അഗ്നിയുടെ ഹൃദയം വല്ലാതെ വേദനിക്കാൻ തുടങ്ങി. ആരു ആണെങ്കിൽ ഈ ചെകുത്താൻ ഇനിയും തന്നെ അടിക്കുമോ എന്ന് പേടിച്ച് അവനെ തന്നെ നോക്കി നിൽക്കുവാണ്. പെട്ടെന്നാണ് അവൻ്റെ വിരലുകൾ അവളുടെ കണ്ണുനീരിനെ തുടച്ചു മാറ്റിയത്. ആരു അത് അത്ഭുതത്തോടെ നോക്കി നിന്നു. "ഇനി മേലിൽ ഇങ്ങനെയൊന്നും സംസാരിക്കരുത്, കേട്ടല്ലോ?" ഒരു വാണിംഗ് പോലെ അഗ്നി അവളെ നോക്കി പറഞ്ഞു. ആരു അപ്പോഴും അവനെ തന്നെ നോക്കി നിൽക്കുവാണ്. പെട്ടെന്നാണ് അഗ്നി തന്നെ അടിച്ചത് ഓർമ്മ വന്നത്. അവൾ ആ നിമിഷം തന്നെ അവനെ തള്ളി മാറ്റി. "ഡോ, എന്നെ തൊട്ടു പോകരുത്. തനിക്ക് തോന്നുമ്പോൾ അടിക്കാനും തോന്നുമ്പോൾ തലോടാനും ഞാനെന്താ തൻ്റെ വെപ്പാട്ടിയാണോ?" അത് പറഞ്ഞത് മാത്രമേ അവൾക്ക് ഓർമ്മയുള്ളൂ. "ഡി പൊന്ന മോളെ, നിന്നോട് ഞാനിപ്പോൾ പറഞ്ഞതേ ഉള്ളൂ, മേലിൽ നിന്നെക്കുറിച്ച് വേണ്ടാത്ത വാക്കുകൾ പറയരുതെന്ന്. അതെനിക്ക് ഇഷ്ടമല്ല. എന്നിട്ടും നിനക്ക് എങ്ങനെ പറയാൻ തോന്നി പുല്ല് ഇതുപോലെ സംസാരിക്കാൻ? എന്ത് ധൈര്യത്തിലാണ് നീ ഇങ്ങനെ സംസാരിക്കുന്നത്? നിന്റെ നാവ് ഞാൻ പിഴുതെടുക്കും." അതും പറഞ്ഞ് അവളുടെ കഴുത്തിൽ പിടിച്ചു ഞെരിച്ചു. ആരുവിൻ്റെ കണ്ണുകൾ ആ നിമിഷം മെഴിഞ്ഞു വന്നു. അവൾ ഒരൊറ്റ ശ്വാസത്തിനു വേണ്ടി അവൻ്റെ കയ്യിൽ കിടന്ന് പിടഞ്ഞു. അഗ്നിയുടെ കഴുത്തിലെ ഞരമ്പുകൾ വലിഞ്ഞു മുറുകി. അവൻ്റെ ദേഷ്യം അവൻ്റെ ശരീരത്തിൽ അവനെ കൺട്രോൾ ചെയ്യാൻ കഴിയാത്തതുപോലെ. അതിനനുസരിച്ച് അവൻ്റെ കൈ അവളുടെ കഴുത്തിൽ ഞെരിഞ്ഞമർന്നു. അപ്പോഴാണ് അഗ്നി കാണുന്നത് ആരുവിൻ്റെ കണ്ണുകൾ മിഴിഞ്ഞു വരുന്നത്. അവൾ ഒരൊറ്റ ശ്വാസത്തിന് വേണ്ടി അവൻ്റെ കയ്യിൽ കിടന്ന് പിടയുന്നത്. ആ നിമിഷം അഗ്നി
അവളുടെ കഴുത്തിലെ പിടിവിട്ടു. എന്നിട്ടും അഗ്നിയുടെ ദേഷ്യം തീർന്നില്ലായിരുന്നു. കൈമുഷ്ടി ചുരുട്ടി ചുമരിലേക്ക് ആഞ്ഞടിച്ചുകൊണ്ടിരുന്നു. ആരും ആ സമയം നെഞ്ചിൽ കൈവച്ച് ആഞ്ഞു ശ്വാസം വലിച്ചുകൊണ്ടിരുന്നു. അവളാകെ ഭയന്നു പോയിരുന്നു എന്ന് പറയുന്നതാണ് സത്യം. അഗ്നി ഒരു 2 മിനിറ്റ് കൂടെ അങ്ങനെ നിന്നിരുന്നെങ്കിൽ അവളുടെ കാറ്റ് പോയേനെ എന്ന് അവൾ സ്വയം ഓർത്തു. അത്രത്തോളം ശ്വാസത്തിന് വേണ്ടി അവൾ ബുദ്ധിമുട്ടിയിരുന്നു. അതിനനുസരിച്ച് അവളുടെ കണ്ണു നിന്ന് കണ്ണുനീരൊഴുകിക്കൊണ്ടിരുന്നു. ഇനി മേലിൽ ഇതുപോലെ വല്ലതും പറഞ്ഞ കൊല്ലും ഞാൻ. അത് പറഞ്ഞവൻ പോകാൻ നിന്നതും ആരുവിൻ്റെ ശബ്ദം അവിടെ ഉയർന്നതും ഒരുമിച്ചായിരുന്നു. എൻ്റെ കാര്യത്തിൽ വേദനിക്കാൻ നിങ്ങൾ ആരാ? എന്നെ പറഞ്ഞ നിങ്ങൾ എന്തിനാ വേദനിക്കുന്നത്? ആരു വാശിയോടെ അഗ്നിയോടായി ചോദിച്ചു. ആരുവിന് ആ നിമിഷമെങ്കിലും അറിയണമായിരുന്നു അഗ്നിയുടെ ഉള്ളിൽ താൻ എന്ന പെണ്ണുണ്ടോ എന്ന്, അവൻ തന്നെ പ്രണയിക്കുന്നുണ്ടോ എന്ന്. ചില സമയം അവൻ്റെ കണ്ണിൽ അവൾ പ്രണയം കണ്ടിട്ടുണ്ട്. എന്നാൽ ചില സമയം ദേഷ്യവും പകയും വാശിയും മാത്രമേ അവൻ്റെ കണ്ണിൽ കണ്ടിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ സത്യം അറിയാൻ വേണ്ടി അവൾ വീണ്ടും ചോദിച്ചു. ആ നിമിഷം തന്നെ അഗ്നി ഓടി വന്ന് അവളുടെ ഇടുപ്പിലൂടെ കൈയിട്ട് അവനിലേക്ക് ചേർത്ത് പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, നിനക്കറിയണമല്ലേ നീ എൻ്റെ ആരാണെന്ന്? എന്ന പൊന്നുമോള് അനുഭവിച്ച് തന്നെ അറിഞ്ഞു. അടുത്ത നിമിഷം അവളുടെ ആദരങ്ങളെ കവർന്നെടുത്തിരുന്നു. ആരും ആകെ സ്റ്റെക്കായി പോയി. അവനിൽ നിന്ന് ഇങ്ങനെ ഒരു പ്രതികരണമായിരുന്നില്ല അവൾ പ്രതീക്ഷിച്ചത്. അതുകൊണ്ട് തന്നെ അവൻ അവളെ തള്ളാൻ നോക്കുന്നുണ്ട്. എവിടെ ചെക്കൻ അനങ്ങുന്നില്ല. അഗ്നിയാണെങ്കിൽ ആദ്യമായി അറിയുന്ന അവളുടെ ആദരങ്ങളുടെ മൃദുലതയിൽ ലയിച്ചു പോയിരുന്നു. ആരും ആകെ സ്റ്റെക്കായി. അഗ്നി അവൻ്റെ ദേഷ്യം മുഴുവൻ ആ ചുംബനത്തിൽ തീർത്തിരുന്നു. അത്രത്തോളം തീവ്രമായൊരു ചുംബനമായിരുന്നു. അവളുടെ കീഴ്ചുണ്ടിനെ അവൻ കടിച്ചു നുണഞ്ഞു. ആരും അവനിൽ നിന്ന് കുതറുന്നുണ്ട്. പക്ഷേ അവൻ്റെ ജിംബോഡിയിൽ അതൊന്നും ഏൽക്കുന്നില്ലായിരുന്നു. അഗ്നി അവളുടെ എതിർപ്പുകളെ അവഗണിച്ചുകൊണ്ട് ആദ്യമായി അറിയുന്ന സുഖത്തിൽ അലിഞ്ഞു പോയിട്ടുണ്ട്. വാശിയിൽ തുടങ്ങിയ ചുംബനം അതിൻ്റെ മൂർധന്യാവസ്ഥയിലെത്തി നിന്നു. പൂവിൽ നിന്നും തേൻ കുടിക്കുന്ന വണ്ടിനെ പോലെ അവൻ നുകർന്നുകൊണ്ടിരുന്നു. ആരുവിൻ്റെ അവസ്ഥ മറിച്ചായിരുന്നു. തൻ്റെ എതിർപ്പുകൾ അവനിൽ ഏൽക്കുന്നില്ല എന്ന് മനസ്സിലായതും അവൾ അവന് വിധേയമായി നിന്നു. ആദ്യമായി അറിയുന്ന അനുഭൂതിയിൽ അഗ്നി അലിഞ്ഞുപോയി. കീഴ്ചുണ്ടിൽ നിന്ന് അവൻ്റെ അതിരം മേൽചുണ്ടിലേക്ക് നീങ്ങിയതും ആരുവിൻ്റെ കണ്ണുകൾ മെടിഞ്ഞുപോയി. അഗ്നി അപ്പോഴും അവളുടെ ആദരങ്ങളുടെ മൃദുലതയിൽ ലയിച്ചു പോയിരുന്നു. അവളുടെ കീഴ്ചുണ്ടും മേൽചുണ്ടും അവൻ മാറി മാറി നുണഞ്ഞു. വാശിയിൽ തുടങ്ങിയ ചുംബനമാണെങ്കിലും അവളിലെ തേൻ നുകർന്നപ്പോൾ വാശിയെല്ലാം എവിടെയോ പോയി മറഞ്ഞു. അവളുടെ കീഴ്ചുണ്ടും മേൽചുണ്ടും അവൻ മാറി മാറി നുണഞ്ഞു. ആരുവിൻ്റെ കൈ ആ നിമിഷം അവൻ്റെ ഷർട്ടിൽ മുറുകിയിരുന്നു. അവൻ പിന്മാറുന്നില്ല എന്ന് മനസ്സിലായതും ആരോ അവളുടെ നഖം വെച്ച് അവനെ പോറൽ തീർത്തു. അവൻ്റെ ശരീരത്തിൽ അവളുടെ നഖം ആഴ്ന്നിറക്കാൻ ശ്രമിച്ചു. എവിടെ ചെക്കൻ അതുപോലും അറിയുന്നില്ല. അതെല്ലാം അവനൊരു തലോടലായിട്ടാണ് ആ നിമിഷം തോന്നിയത്. അത്രത്തോളം ആ പെണ്ണിൽ അവൻ അലിഞ്ഞു ചേർന്നു. അവൻ്റെ ശരീരം ചൂടുപിടിക്കാൻ തുടങ്ങി. ചുംബനത്തിൻ്റെ തീവ്രതയിൽ അതിനനുസരിച്ച് അവൻ്റെ കൈ അവളുടെ ഇടുപ്പിലൂടെ ചലിക്കാൻ തുടങ്ങി. സാരിയെ വകഞ്ഞു മാറ്റി അവൻ്റെ കൈ അവളുടെ വയറിൽ ഒന്ന് തലോടി. ആ നിമിഷം ആരുവിൻ്റെ അടിവയറിൽ ഒരു മഞ്ഞു വീണതുപോലെ തോന്നി അവൾക്ക്. അവൻ്റെ കൈയിൻ്റെ ചൂട് അവളുടെ അണിവയർ അറിഞ്ഞ നിമിഷം അവളുടെ വയർ കുഴിഞ്ഞു പോയിരുന്നു. ഇനി എന്ത് ചെയ്യുമെന്ന ആദിയിലായിരുന്നു അവൾ. വളരെ പതിയെ അഗ്നിയുടെ വിരലുകൾ അവളുടെ വയറിൽ തലോടിക്കൊണ്ടിരുന്നു. അതിനനുസരിച്ച് അവളുടെ അണിവയർ ഒന്ന് ഇളകിക്കൊണ്ടിരുന്നു. എന്തോ ഇതുവരെ താൻ അനുഭവിക്കാത്തൊരനുഭൂതി അവളിൽ മുട്ടിട്ടു തുടങ്ങി. പക്ഷേ അവൻ്റെ ദേഷ്യവും അവൻ്റെ പ്രവൃത്തിയും അവളുടെ ഉള്ളിൽ ദേഷ്യമുണ്ടാക്കുന്നുണ്ടെങ്കിലും എന്തോ തന്നെ താലി കെട്ടിയ പുരുഷനാണല്ലോ എന്നൊരു സമാധാനവും അവൾ തന്നെ കണ്ടെത്തി. അഗ്നിയുടെ ചുംബനം ആ നിമിഷം അവളുടെ ഇരുവാതരങ്ങളിൽ നിന്നും നാവിലേക്ക് ചേക്കേറി. അവളുടെ നാവിനെ അവൻ ചുഴറ്റി വലിച്ചു. ആരും ആ നിമിഷം നീങ്ങി ഉയർന്നു പോയിരുന്നു. എന്നാൽ അഗ്നി അവളെ അവൻ്റെ ശരീരത്തിലേക്ക് തന്നെ അമർത്തി പിടിച്ചു. അവൻ്റെ ഉള്ളിലെ ആരുവിനോടുള്ള പ്രണയം അതിൻ്റെ എല്ലാ തീവ്രതയിലും അവളിലേക്കൊരു ചുംബനമായി വർഷിച്ചിരുന്നു അവൻ. ഒടുവിൽ ആരുവിന് ശ്വാസം കിട്ടുന്നില്ല എന്ന് മനസ്സിലായതും അഗ്നി മനസ്സില്ലാ മനസ്സോടെ അവളുടെ ആദരത്തെ കടിച്ചു നുണഞ്ഞ്
പിന്മാറി. ആ നിമിഷം അവളുടെ ആദരങ്ങളിൽ നിന്ന് ചെറുതായിട്ട് രക്തം കിനിഞ്ഞിരുന്നു. അത്രത്തോളം വന്യമായിരുന്നു അഗ്നിയുടെ ചുംബനം. ഈ ചെറിയ ചുംബനം പോലും ആരുവിന് താങ്ങുന്നില്ല എന്ന് അവൾക്ക് തന്നെ മനസ്സിലായി. ഇയാളുടെ ദേഷ്യം പോലെ തന്നെയാണ് ചുംബനവും. അതിൻ്റെ തീവ്രത വളരെ വലുതാണെന്ന് ആരുവിന് ആ നിമിഷം മനസ്സിലായിരുന്നു. പെട്ടെന്നാണ് ആരുവിൻ്റെ കൈ അവൻ്റെ കവിളിൽ പതിഞ്ഞത്. എൻ്റെ സമ്മതമില്ലാതെ എന്നെ ചുംബിക്കും അല്ലടോ? ആരു ദേഷ്യത്തോടെ അവനെ നോക്കി ചോദിച്ചു. അഗ്നിയാണെങ്കിൽ ഒരടി കിട്ടിയതുപോലും അറിയാതെ ചുംബനത്തിൻ്റെ ഹാങ് ഓവറിലാണവൻ. അവൻ വശ്യമായ പുഞ്ചിരിയോടെ അവളെ നോക്കിക്കൊണ്ട് അവൻ്റെ അതരമൊന്ന് ഒഴിഞ്ഞുവിട്ടു. എന്നിട്ട് പറഞ്ഞു തുടങ്ങി, നിന്നെ ചുംബിക്കാൻ എനിക്ക് നിന്റെ സമ്മതം പോലും വേണ്ട. ഇനി ഒന്നുകൂടെ തന്ന നീ താങ്ങില്ല. അല്ലെങ്കിൽ ഒന്ന് നോക്കായിരുന്നു. എനിക്കെന്തോ വീണ്ടും വീണ്ടും നിന്റെ ആദരത്തിൻ്റെ രുചി അറിയണമെന്നും അതിലെ തേൻ നുകരണമെന്നുമാണ് തോന്നുന്നത്. നിന്റെ സമ്മതം പോലും എനിക്ക് വേണ്ട എന്ന് അവളുടെ ചുണ്ടിലേക്ക് നോക്കി വശ്യമായി പറഞ്ഞു. പിന്നെ നീ ചോദിച്ചതിനുള്ള ഉത്തരം പൊന്നുമോൾ ചെവി തുറന്ന് കേട്ടോ. നിന്നെ എനിക്കിഷ്ടമാണടി പുല്ലേ. ഇനി നിനക്ക് എൻ്റെ ജീവിതത്തിൽ നിന്നൊരു മടക്കമുണ്ടാവില്ല. അത് പറയുന്നത് അഗ്നിദേവാണ്. നിന്റെ മനസ്സിൻ്റെയും നിന്റെ ശരീരത്തിൻ്റെയും ഏക അവകാശി ഞാൻ മാത്രമായിരിക്കും. ഞാൻ മാത്രം. ഐ ലവ് യു ആദി. ഐ cannot live with you because I love you so much. I want you with me till the end of my life, Adi. I started smiling only after you come into my life. So don't leave me and go anywhere. I want you with me. ഹസ്കി വോയിസിൽ ആരുവിനെ നോക്കി ഒത്തിരി പ്രണയത്തോടെ അഗ്നി പറഞ്ഞു. ആരുവാണെങ്കിൽ ഇതെല്ലാം കേട്ടി ഞെട്ടി നിൽക്കുവാണ്. അവളിൽ സന്തോഷമാണോ സങ്കടമാണോ അവൾക്ക് പോലും അറിയുന്നില്ല. അവൾ കണ്ണുമിഴിച്ച് അഗ്നിയെ തന്നെ ഒരു നിമിഷം നോക്കി നിന്നു.